ജാക്കും അവന്റെ നായയും കുറെ ദിവസങ്ങളായി ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഒരു ദിവസം മുകളിലൂടെ ഒരു രക്ഷാപ്രവർത്തന പ്ലെയിൻ കടന്നുപോകുന്നത് അവൻ കണ്ടു. രക്ഷാപ്രവർത്തന സംഘത്തിലെ ഒരാൾ വേഗത്തിൽ താഴേക്ക് വരികയും ജാക്കിനെ പ്ലെയിനിലേക്ക് കയറാൻ സഹായിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ അവന്റെ നായയും അവർക്കൊപ്പം പോകാൻ ശ്രമിച്ചു. എന്നാൽ രക്ഷാപ്രവർത്തകൻ അതിനെ തള്ളിമാറ്റി. പിടിവിട്ട നായ മലയിടുക്കിൽ നിന്ന് താഴെയുള്ള തിരമാലകളിലേക്ക് വീഴുന്നു. അകന്നു പോകുന്ന പ്ലെയിനിലിരുന്ന് ജാക്ക് നിലവിളിച്ചെങ്കിലും രക്ഷാപ്രവർത്തകർ അതിനെ വെറുമൊരു മൃഗമായി കണ്ട് തിരിച്ചുപോകാതിരുന്നു. ശേഷം ആ നായ കടലിനെ അതിജീവിച്ച് ദ്വീപിന്റെ തീരത്തേക്ക് തളർന്ന് തിരിച്ചെത്തുന്നു. നാട്ടിലെത്തിയ ജാക്കാകട്ടെ വല്ലാതെ തകർന്നുപോയി. മകന്റെ സങ്കടം കണ്ട പിതാവ് വീണ്ടും ആ ദ്വീപിലേക്ക് ഒരു തിരച്ചിൽ ദൗത്യം നയിക്കുന്നു. എന്നാൽ ദിവസങ്ങളോളം ദ്വീപിൽ തിരഞ്ഞിട്ടും നായയുടെ ഒരു അടയാളവും അവർക്ക് കണ്ടെത്താനായില്ല. അവന്റെ അമ്മ നഗരത്തിലുടനീളം പോസ്റ്ററുകൾ ഒട്ടിച്ചെങ്കിലും വിവരമൊന്നുമില്ലാതെ ഒരു മാസം കടന്നുപോയി. ജാക്കിന് പ്രതീക്ഷ നഷ്ടപ്പെടാൻ തുടങ്ങിയെങ്കിലും തന്റെ നായയെ എന്നും അരികിലെത്തിക്കാറുള്ള ആ രഹസ്യ സിഗ്നലായ വിസിലടി അവൻ പതിവായി തുടർന്നു. ഒരു ദിവസം ഉച്ചകഴിഞ്ഞ് ദൂരെ നിന്ന് മുടന്തി നീങ്ങുന്ന ഒരു നായ വരുന്നുണ്ടായിരുന്നു. മുറിവേറ്റെങ്കിലും ജീവനോടെ ആ നായ മടങ്ങിയെത്തിയിരിക്കുന്നു. തന്നെ വീണ്ടും ഉപേക്ഷിക്കുമോ എന്ന ഭയത്താൽ അത് മടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ജാക്ക് അതിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കണ്ണീരോടെ അതിനെ കെട്ടിപ്പിടിച്ചു. തന്നെ ഒരിക്കലും മറന്നിട്ടില്ലെന്ന് ആ നിമിഷം ആ നായയ്ക്ക് മനസ്സിലായി. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.